ഗൈസ് വെൽക്കം ടു ബാക്ക് മൈ ചാനൽ. ഗൈസ് ഇന്നാണെങ്കിൽ അന്ന് എൻ്റെ വണ്ടി നേരെ ആയിക്കോളിരിക്കെ എന്താണ് പ്രശ്നം? അതുപോലെ ഒരു വയർ ഇട്ട് പോയതാ. ശരി, ഓക്കെ ഗൈസ്. ഞാനാണെങ്കിൽ ജോലിക്കൊക്കെ പോയി നമ്മുടെ വണ്ടിയൊക്കെ ഫുൾ സെറ്റ് ആയിട്ടുണ്ട്, ടൈറ്റൊക്കെ ആക്കിയിട്ടുണ്ട് വയറ്. അപ്പം ഗൈസ് നമുക്ക് വണ്ടി എടുത്തിട്ട് നമ്മൾ നേരെ ഹോട്ടലിലോട്ടിട്ട് വിടുന്നേ. എത്ര ദിവസം നിനക്ക് എന്ത് വണ്ടിയാണ് വേണ്ടേ? എനിക്ക് അൽഫാമന്തി, എനിക്ക് സാധാ ചിക്കൻ മന്തി, അത് ചൂട്. മനുഷ്യ മന്തി തിന്നൊരു സുഖമുണ്ട്, വാല് വെച്ച മോനെ. പറയണ്ടാലേ, നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ? അങ്ങനെ എല്ലാവരും കഴിച്ചിട്ടുണ്ടാവും അങ്ങനെ ഗൈസ് നമ്മൾ ഫുഡ് എടുക്കാൻ ഹോട്ടലിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഫുഡ് എടുക്കാം. 7 സീറ്റിലിരിക്കും. ഇതിൽ ഒരു മന്തിയിലുണ്ടാവുള്ളൂ, 7 മന്തിയിലുള്ളൂ. നമുക്ക് എന്ത് ചെയ്യും? വേണമെങ്കിൽ ഒരു മന്തി ഉള്ളൂ, ചിക്കൻ മന്തിയാ തോന്നും. ചിക്കൻ മന്തിയാ സീനിട്ടോ അല്ലോ, എങ്ങനെയോ അൽഫാമന്തി പവർ ചിക്കൻ മന്തി. അങ്ങനെയാണെങ്കിൽ നമ്മളിപ്പോ ഫുഡൊക്കെ അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. എടാ വാ, നമുക്ക് പുറത്തേക്ക് പോവാം. വരാം. നമുക്ക് കാലിൽ കയറി അങ്ങനെ ഒരു പൈസയ്ക്ക് വന്നു. എന്തൊരു പൈസ വന്നു? ഞാനൊരു ഫുൾ മഞ്ഞാണ് പറഞ്ഞു. എങ്ങനെയുണ്ട്? നല്ല സൂപ്പറായിട്ട് നിൽക്കോ? എനിക്ക് വണ്ടി തിന്നും നോക്കിയിരിക്കണേ. നമുക്ക് നേരെ വണ്ടിക്ക് പോവാന്ന്. നമുക്ക് പോവാട്ടോ. നമുക്ക് പോവാം. നമ്മുടെ സ്വന്തം വണ്ടിതാണ്. വണ്ടി ആരെങ്കിലും തൊട്ടു കളിച്ചാൽ അവരെ മോന്ത പൊളിയും. എൻ്റെ ബാഗിന് സ്വന്തമാണ്. ബാഗിനൊരു നല്ല പൊട്ട വണ്ടിയാണ്. പൊട്ട വണ്ടി ആണെന്ന് പറയുന്നവർക്ക് നല്ല അടി കിട്ടും. പൊട്ട വണ്ടി അല്ല, അങ്ങനെ കുറച്ചൊക്കെ പോകണ്ടിട്ടുണ്ട്. ഇപ്പം ഗസ്റ്റ് നമുക്ക് നേരെ പോവാം. എങ്ങനെയുണ്ടായിരുന്നു എൻ്റെ ഫുഡ് വഴി? എത്ര ബില്ലിനറിയോ ഞാൻ കൊടുത്തത്? എത്രയോ? 1500. അതൊന്നും ബില്ലല്ല കേട്ടോ. അത്രയൊക്കെ ബില്ലുണ്ട്. 1500 രൂപ ചിലവായില്ല. എന്തെങ്കിലും ഭാഗ്യത്തിന് 2000 രൂപ ഉണ്ട്. 1500 രൂപ പോയാ എന്താ ചെയ്യാ? ജീവിതമൊക്കെ അങ്ങനെ ഉണ്ടാവും. അങ്ങനെ നമ്മൾ പറഞ്ഞ് വീടെത്താനായിരുന്നു. ഗൈസ് നമുക്ക് നേരെ പോകാം. ഫുഡ് എടുക്കും. ഇതിന് എത്ര രൂപയല്ല, 5 ബില്യൺ. ഞാൻ വന്നെന്നറിയോ? 57 സീറ്റിന് വന്ന വണ്ടി ആട്ടോ ഇത്. നമുക്ക് നല്ല ചൂട് ചായ കുടിക്കാം. ആ മന്തിൻ്റെ ഇപ്പോൾ വെള്ളം കുടിച്ചപ്പോൾ അല്ല, ആ മന്തി നല്ല മയക്കം എന്ന് ഓർക്ക്. താളത്തെ ചോര കുടിക്ക്. ഇങ്ങനെ കൂട്ടത്തിൽ എന്തെങ്കിലും ഇതുണ്ടോ? ചായ കുടിക്കുന്നവരുണ്ടെങ്കിൽ ചൂടുകാലത്ത് പറയുക. ഈ രാജു പറയുന്നതെന്നറിയോ? TV കേടായിരുന്നു. ശരിക്കും കേടായിട്ടോ ഗൈസ്. ഇതെന്താണെന്നറിയോ? TV ഫുൾ അടിച്ചു പോയി. അണ്ണനെ വിളിക്ക. രാജു നിന്റെ പോലെ ചെയ്യാനറിയോ? ആരാണ് ചിന്താനെ? അണ്ണനെ വിളിക്കട്ടെ. വേഗം ഇടിക്കഞ്ഞ്. വേഗം എടുക്ക്. രാജത്തെ TV ഫുള്ളി കേടാക്കി. വരാം കേട്ടോ. ഈ കാട്ട് നിൽക്ക്, വരാം. അവൻ ഞാനേ ഒരു ബേസിലാക്കുന്നുണ്ട്. ജംഗിൾ നടക്കുന്ന ഹൗസല്ല, സ്ഥിരമുള്ള ബേസ്. ഓക്കെ. ഒരു സ്ഥിരമുള്ള ബേസിൻ്റെ അങ്ങനത്തെ ആക്കി കൊടുക്കുമ്പോൾ അത് നമ്മൾ നൈറ്റ് ടൈമിനൊക്കെ പോയ സ്ഥലത്താണ്
പോലീസുകാരൊക്കെ വന്നപ്പോൾ ഞങ്ങൾ അതിലാണ് ഒളിച്ചിരുന്നത്. ആ അന്ന രാജാട്ടിനെ കൊതിക്കട്ടുണ്ട് കേട്ടോ. ഒന്നും പണ്ട് ചെയ്തിട്ടില്ലല്ലോ. എടി നീ എന്നെ വെറുതെ കുറ്റാക്കണത്. ഒന്ന് രാജത്തെ ഫോൺ എടുക്ക് പ്ലീസ്. ഓ എടുക്കൊതു വയ്യ പോലെ. അവന് കുറങ്ങായി എന്ത് പണി ചെയ്യപ്പോ. ഇത് ഫോൺ കൊണ്ട് താട്ടിക്ക് ഞാനും സംസാരിക്കട്ടെ. ചാക്കത് വിളിച്ച കാര്യം. ചാക്ക് ചേട്ടാ എന്തിനാ നീ ടീ നശിപ്പിച്ചില്ലേ? നോണൊന്നുമില്ല ഷിഞ്ചോണ്ടോരും. അവനാണ് ആദ്യം ഫോൺ ടി വി ഉണ്ട്. ഞാൻ ജോലിക്ക് വന്നു. പക്ഷെ അവൻ പറയുന്നത് രാജുണ്ടല്ലോ ടി വി കേടാക്കിന്ന്. ഓ അവൻ്റെ അവസാനമാണ്. തീരുള്ള ബേസിക്ക് ഞാനാണ് ആക്കി കൊടുക്കും. വാടാ. അവർക്ക് നല്ല ഇട്ടിട്ട് പണി കൊടുക്കണം. ഫോർച്യൂണർ ഗോൾഡനിൽ കയറ്റിയിട്ടവനെ ഒന്ന് ഏൽപ്പിക്കണം. ഐസേജ് വെക്കലടാ. ഐസേജ് വെച്ചപ്പോഴത്തെ കേടാവും. ഞാൻ ശരിയാക്കിൻ്റെ കാര്യം മുങ്ങി. അതിപ്പോൾ ഇങ്ങനെ കേടാവൂലേ? ഇതിനെ ഓഫ് ചെയ്തിട്ടേ ഞാനിതാ നിൻ്റെ അവസാനം. ഒറ്റക്ക് ചിരിക്കരുത് കേട്ടോ. ഒറ്റക്ക് ചിരിക്കണോടാ. ഒറ്റക്ക് തിരിച്ച നിൻ്റെ മിണ്ടിപ്പോവരുത്. ഡോറേമോനെ നീ ഒന്നും ചെയ്തില്ലല്ലോ. ഇല്ല 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 ഇല്ല. അങ്ങോട്ട്. അയ്യോ ഈ ജാക്കട ദ്രോഹിക്കൂത്തെ. ഐസേജ് വെക്കല്ലേ. ഡാ എന്തിനാ എടുത്തേ? എൻ്റെ ചാട്ടിനാട് ഇങ്ങനെ കാട്ടുന്നേ. പറയടാ. ഞാൻ ചെയ്തിട്ടില്ല കേട്ടോ. പോയെ വാ എൻ്റെ കൂടെ വാ. നമുക്ക് കറങ്ങാൻ പോവാം. ഇത് കറങ്ങണ നല്ല ഇഷ്ടമാ. അതാ പോലെ കറങ്ങാന്. പിന്നെ നിന്നെ നാക്കിയിട്ട് വരുന്നുണ്ട് കേട്ടോ. ഇവിടെ കുറച്ചാൽ നിൽക്കണം കേട്ടോ. അവിടെ നിൽക്കാലോ. വണ്ടി കയറി. വണ്ടി കയറി. നമുക്ക് പോവാം. രണ്ട് കുരിപ്പാളെ ചെടിയുടെ കാല് കഴിക്കും. അങ്ങനൊക്കെ ഉണ്ട്. ഈ ബസ് എവിടെ പോയില്ലേ? ബസ് പോകണമെങ്കിൽ പോകണ്ട, അത്രേ ഉള്ളൂ. നമുക്ക് ഇഷ്ടം എടുക്കണം പോവാട്ടോ. ഗേസ് എവിടെ ലൊക്കേഷൻ എന്ന് വെച്ചാൽ ഗൂഗിൾ മാപ്പിനോട് ചോദിക്കാട്ടോ. ഗേസ് ഇപ്പോൾ നമ്മൾ എത്താനാണ്. ഗൂഗിൾ മാപ്പിനോട് ചോദിക്കാം. ലൊക്കേഷൻ ഇവിടെ ഉണ്ടോ കാണിക്കണ ബേസ്? അതൊക്കെ ഉണ്ട് മോനെ. എന്നിട്ട് വാ കിടുക്കാച്ച ഐറ്റ് കാണിച്ചു തരാം. കിടുക്കാച്ച ഐറ്റോ മോനെ. ഞാൻ പൈസ ഒക്കെ എന്താ ചെയ്തേ? നിങ്ങൾ എന്തായാലും ഫുഡ് അടിച്ചു. എപ്പോഴും നോക്കിയാലും ഫുഡ്. അത് മാത്രമല്ല വിചാരം. അല്ല സ്കൂളിലൊക്കെ പോകണ അന്നെപ്പോൾ പോകണമെന്നറിയോ ഫുഡ് കഴിക്കാൻ? ഏടാ നീ ഫുഡ് അടിക്കാരനാണല്ലോ. അതേപോലെ തന്നെ ഷിൻജാനും. നീ അവനെയും ഫുഡ് അടി വല്ലാതെ ആക്കരുത് കേട്ടോ. ഓക്കെ ഇവിടെയാണ് ലൊക്കേഷൻ കാണിക്കുന്നത്. ഗൂഗിളുമായി തെറ്റിച്ചു. ഗൈസ് ഇവിടെ നമ്മൾ കൊണ്ടെത്താം. ഇറങ്ങ എല്ലാവരും ഇറങ്ങിട്ട്. ഇറങ്ങി തിരിട്ട് പോടുന്നു. പോ ഞങ്ങളെ കണ്ടുപോകരുത്. പരിസരത്തിന് കണ്ട ദിവസം ഞാനൊട്ട് പോണം. അവൻ തീ പൊട്ടിച്ചിട്ട് ഞാൻ എന്ത് ചെയ്യാനാ? ഇട്ട് വാ, നമുക്ക് പോവാട്ടോ ഗൈസ്. നമുക്ക് നേരെ പോകാം.
ലാ 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 ലാ. ലാ 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 ലാ. അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ. ഓ ഈ വണ്ടിക്കും പ്രശ്നമുണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ എഞ്ചിനത്തെ ബാറ്ററി കേടായി. കുറച്ചൊക്കെ ഓടുള്ളൂ. ഞാൻ എപ്പോൾ വണ്ടിയെടുത്താലൊക്കെ കേടാവും കേട്ടോ. എന്താണെന്നറിയില്ല. അങ്ങനെ പറഞ്ഞു വീടെത്തി. ഗൈസ് അപ്പം നമ്മുടെ ചാനൽ സപ്പൊക്കെ ചെയ്തിട്ടുണ്ടല്ലേ. ഗൈസ് ഇതുള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇപ്പാക്കില്ലേ നല്ല ഉറക്കം ഉറങ്ങിയാലോ? ഞാൻ വേണ്ട. പിന്നെ അപ്പോൾ ഇതൊരു ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഗുഡ്.